ഹേയ് ചിഞ്ചു, ഇത് നോക്കിയേ. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഈ ഭാഗം വായിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും കാണിക്കുമത്രേ. ഇവനൊരു കള്ളനാണോ എന്തോ? ഒരു രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? അപ്പോ നീ ഇത് കാലുമായിട്ട് എടുത്തോ? അതിനൊരു ഹെയ്സൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം പഠിച്ചാൽ മനസ്സിലാകും. ഒരു നിശ്ചിത സമയത്ത് ഒരു ഇലക്ട്രോണിന്റെ സ്ഥാനവും പ്രവേഗവും കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയില്ലെന്ന്. ഈ ഇലക്ട്രോൺ ഒരു ഒളിച്ചുകളി വിദഗ്ധനാണ്, നമ്മളോട് വട്ട് കളിപ്പിക്കാൻ വേണ്ടി. എവിടെ ഉള്ളേന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് ശരി. അപ്പോ ഈ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണല്ലേ? ഇവരുടെ പേരും ഭയങ്കര രസമാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ, അസിമുതൽ ക്വാണ്ടം നമ്പർ എൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. ഈ നമ്പറുകൾ വെച്ച് നമ്മൾ ഇലക്ട്രോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിയാല് ചിലപ്പോൾ നമ്മൾ തന്നെ വഴിതെറ്റിപ്പോകും. ഹേ, അതുമാത്രമല്ല, ഓരോ ഓർബിറ്റലുകൾക്കും ഓരോ രൂപമുണ്ടത്രേ. എസ് ഓർബിറ്റൽ ഗോളം പോലെ ഉരുണ്ടിരിക്കും, പി ഓർബിറ്റൽ ഡംബൽ പോലെ, ഡി ഓർബിറ്റൽ ഇരട്ട ഡംബൽ പോലെയും. ഈ ഇലക്ട്രോൺസിനെന്താ ഫാഷൻ ഷോ നടത്താൻ പോവുകയാണോ? ഓരോന്നിനും ഓരോ സ്റ്റൈൽ. എഫ് ഓർബിറ്റലിന്റെ രൂപം കണ്ടാൽ ഒരു സങ്കീർണ കലാസൃഷ്ടി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്നിട്ട് ഈ ഇലക്ട്രോൺ പൂരണത്തിന്റെ കാര്യം നോക്കിയേ. N+L വില കുറവുള്ള സബ്ഷെല്ലിൽ നിന്ന് ഊർജം കൂടിയതിലേക്ക് ക്രമമായി ഇലക്ട്രോണുകൾ നിറയുമത്രേ. ഇത് കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. ഈ ഇലക്ട്രോൺസിന്റെ സ്വന്തമായി ഇഷ്ടമുള്ള ഒരു സബ്ഷെല്ലിൽ പോയിരുന്നാൽ പോരെ? എന്തിനാ ഈ നിയമങ്ങളും കണക്കുകളുമെല്ലാം? അതുതന്നെ. പിന്നെ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കാര്യം നോക്കിയേ. അവർക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടി ഇലക്ട്രോൺ ക്രമീകരണം മാറ്റാമെന്ന്. സാധാരണ നിയമങ്ങൾക്കപ്പുറം അവർക്ക് സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കാമത്രേ. ഇതൊക്കെ കണ്ടിട്ട് ഈ ഇലക്ട്രോണുകൾക്കെല്ലാം നല്ല സ്വാതന്ത്ര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മളല്ലേ ഈ കെമിസ്ട്രി പഠിച്ച് കഷ്ടപ്പെടുന്നേ? ഹഹ, നീ പറഞ്ഞത് സത്യ. ഈ കെമിസ്ട്രി സത്യം പറഞ്ഞാൽ ഒരു കോമഡി എപ്പിസോഡാണ്. ഇലക്ട്രോണുകളുടെ ഈ വികൃതികളും നിയമങ്ങളുമൊക്കെ കണ്ടിട്ട് ചിരി വരും. എന്നാലും ഈ പീരിയോഡിക് ടേബിളും ബ്ലോക്കുകളും ഗ്രൂപ്പുകളും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ. അതെ, സത്യം. ഈ സയൻസ് എന്ന് പറയുന്നത് ഒരു മായാജാലം തന്നെയാ. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ പേടിപ്പിക്കും. എന്തായാലും ഈ രസതന്ത്രം ഇത്തിരി രസകരമായി പഠിക്കാൻ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു.